ഹേ ഗൈസ് വാട്സ്ആപ്പ് എല്ലാം മച്ചമാക്കും പെർഫെക്റ്റ് ഗെയിം വെച്ചാൽ മറ്റൊരു കിട്ടിക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. സോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 5 മൈൻക്രാഫ്റ്റിൻ്റെ ഫേക്ക് ഗെയിംസ് ആയിട്ടാണ്. ഗൈസ്, മൈൻക്രാഫ്റ്റ് പോലത്തെ വിയർഡസ്റ്റ് മൈൻക്രാഫ്റ്റ് ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യാ ഗൈസ്, ഫസ്റ്റ് വൺ ഈസ് ലോക്കി ക്രാഫ്റ്റ്, സെക്കൻഡ് വൺ ഈസ് മൈ മിനി ബ്ലോക്ക് ക്രാഫ്റ്റ്. ഓക്കെ, ദെൻ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ബ്ലോക്ക് ക്രേസി റിയൽ ക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയും ഗെയിംസ് ആയിട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഗൈസ്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സോ നമ്മളിതൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് മുടക്കുമ്പോൾ ഏതൊരു കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾ. ഫസ്റ്റ് വൺ ലോക്കി ക്രാഫ്റ്റ് അപ്പം ഗൈസ്. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലത്തെ കുറേ വിയർഡസ്റ്റ് ഗെയിമുകൾ ഹൈ ഡെഫിനിഷൻ ആണല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. ഓക്കെ, ലോക്കി ക്രാഫ്റ്റ്. ഓക്കെ, നമുക്ക് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സർവൈവൽ ക്രിയേറ്റീവ് ഓക്കെ, ബിൽഡിംഗ് ടെറൈൻ. നല്ല ഭംഗിയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലത്തെ തന്നെ പരസ്യോ മൈൻക്രാഫ്റ്റ് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് അല്ലാണ്ട് ഇടയ്ക്ക് എന്തോ ആഡൊക്കെ വന്ന ഗൈസ്. ആഡിൽ കണ്ടില്ലേ സബ്സ്ക്രൈബ് ടു PG എന്ന്. യാ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ തനി മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പകർപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു ഗെയിമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേറ്റൊക്കെ ഡേറ്റ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ മരം മൊത്തം മുറിച്ചെടുത്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഗായ്സ്, നിങ്ങളിത് കാണുക, നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കൊന്ന് ഒരു വിശാലമായ സ്ഥലത്ത് പോട്ടെ. എന്താ ബ്യൂട്ടി. ഗൈസ്, അപ്പോൾ ഇതാണ് ലോക്കി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ വിയർഡസ്റ്റ് ഗെയിം. ഗൈസ്, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഗ്രാഫിക്സും റിസോഴ്സ് ബാഗ്സും ഒക്കെ കുറച്ച് വിയർഡ് ആയിട്ടിരിക്കണമെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാന്ന് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ എല്ലാ ഗെയിമിനും റേറ്റിംഗ് കൊടുക്കണം. ഒരു 5 ഔട്ട് ഓഫ് നിങ്ങൾ എത്രയാണ് ഇതിനെ റേറ്റ് ചെയ്യണേ? ചാത്തനാണെങ്കിലും നമ്മൾ റേറ്റ് ചെയ്യണമല്ലോ. സോ എന്നാലും ഒന്ന് റേറ്റ് ചെയ്തേക്ക് സുഹൃത്തുക്കളെ. സോ ഇത് ഇവിടുത്തെ കഴുതിയൊക്കെ ഉണ്ടല്ലോ. കഴുതില്ലേ ഇത്? അതെ. റൈഡ് ചെയ്യാൻ പറ്റൂ. കഴുതേനൊക്കെ റൈഡൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം അടിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് അടുത്ത ഗെയിമിലേക്ക് അടക്കാം. സോ ഗൈസ്, അപ്പം നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് മിനി ബ്ലോക്ക് ക്രാഫ്റ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, ഇവിടെ ആഡ് വന്നിരിക്കുകയാണ് സബ്സ്ക്രൈബ് ടു PGM എന്ന്. സോ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 400K സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്താന്ന് നോക്ക്. ടൈം എടുക്കും. 2000 years later. 1 eternity later. ഓ ഗൈസ്, ഐ തിങ്ക് ഈ ഗെയിം ലോഡിങ് സ്ക്രീൻ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ലോഡ് ആവുന്നില്ല. സോ ഗൈസ്, അപ്പം മിനി ബ്ലോക്ക് ക്രാഫ്റ്റ് പറഞ്ഞതിൽ ലോഡിങ് സ്ക്രീൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നമുക്ക് അടുത്ത കളി നോക്കാം. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴത്തേക്ക് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിയർഡസ്റ്റ് മൈൻക്രാഫ്റ്റ് ഗെയിമാണ്. വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. 2 hours later. ആ ഗെയിം വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഗെയിം ബ്ലോക്ക് ക്രേസി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത 5 ഗെയിമിൽ 2 ഗെയിം വർക്കിംഗ് ആയിട്ടില്ല. വർക്കാവുന്ന നമുക്ക് അവസാനം നോക്കാം. അടുത്ത നമുക്ക് ബ്ലോക്ക് ക്രേസി എന്ന് പറഞ്ഞ ഗെയിം നോക്കാം. ഓ ഗൈസ്, ബ്ലോക്ക് ക്രേസി റോബോബെൽ എന്താന്ന് നോക്കി ഗൈസ്. ഓക്കെ, നമ്മൾ പുതിയ വേൾഡ് എടുക്കുന്നു, സർവൈവൽ കൊടുക്കുന്നു. ഫുൾ പരസ്യം ഗൈസ്. PGM സബ്സ്ക്രൈബ്, PGM എന്നാണ് എല്ലായിടത്തും പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, കമോൺ. ഗൈസ്, ഇത് കുറച്ചുകൂടി നമ്മുടെ ഇത് കുറച്ചുകൂടി നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് ശരിക്കും റിലേറ്റ് ആയിട്ട് കുറച്ചുകൂടി ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടുള്ള ചെറിയ വാഴ ഗെയിം ആണെങ്കിലും നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ അത്ര ഇൻ്റർനാഷണൽ ഗെയിം അല്ലാത്തതുകൊണ്ട് പാവങ്ങൾക്ക് ജീവിക്കേണ്ട. അതുകൊണ്ട് ആഡൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ട്.
ചാനൽ ഫുള്ളും സബ്സ്ക്രൈബ് ടു PG എന്നാണ് ഗൈസ്. സോറി. സോ ഗൈസ്, അപ്പോൾ ഇതും നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലത്തെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മൈൻക്രാഫ്റ്റിനെ കോപ്പി അടിക്കാത്തൊരു ഗെയിമാണ് ഗൈസ്. സോ നമ്മുടെ ഇതിൻ്റെ പേരൊന്നിട്ടായിരുന്നു ബ്ലോക്കി ക്രാഫ്റ്റ്, അങ്ങനെ ഒന്നുമല്ല ഇതിൻ്റെ പേര്. സോ നമുക്ക് നോക്കാം. നമ്മുടെ ഇതൊക്കെ പ്ലാങ്ക്സ് ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക്, സെയിം മറ്റേതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഒന്നുകൂടി നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിൻ്റെ പോലത്തെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെയാണ്. സോ ക്രാഫ്റ്റിംഗ് ടേബിളോട് വെച്ച് നോക്കാം, ചെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം ആസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഒരു വേറൊരു വിയർഡസ്റ്റ് ഗെയിമാണ്. കൃത്യമായിട്ടൊരു അപ്പല്ല ആക്ച്വലി സീനില്ല ഗൈസ്, കാരണം നമ്മുടെ ഇത് ഓൾമോസ്റ്റ് മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൂടുതൽ കളിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ എന്തിട്ട് സംഭവിക്കണമെന്ന് അറിയത്തുള്ളൂ. സോ ഇതിനും നിങ്ങൾ റേറ്റ് ചെയ്യുക ഈ ഫേക്ക് മൈൻക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഔട്ട് ഓഫ് 5. നെക്സ്റ്റ് ഗെയിം. സോ ഗൈസ്, അപ്പം നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എം ക്രാഫ്റ്റ് ആണ് പോകുന്നത് ഗൈസ്. ഇത് കുറച്ച് റിയൽ എം കുറച്ച് റിയൽ ആയിരിക്കും ഗൈസ്, അതായിരിക്കും ഇതാണല്ലോ ഗെയിം. ഞാൻ വിചാരിച്ചു ഇതിനിടയിൽ വേറെ ആഡ് കയറി വന്നതാന്ന് ഗൈസ്. ആഡ് കയറി വന്നതായിരുന്നില്ല, സിംഗിൾ പ്ലെയർ ക്രിയേറ്റ് നമുക്കൊന്ന് പറന്നൊക്കെ പോയി. ഗൈസ്, ഇത് റിയലിസ്റ്റിക് ആണെന്ന് തോന്നണ കണ്ടു. ഒരു ഗൈസ്, നമ്മൾ നടക്കുമ്പോൾ സൗണ്ട് കേട്ടോട്ടാ. പരസ്യത്തിന് മാത്രം ഒരു കുറവില്ല ഗൈസ്, നിറച്ച് പരസ്യം. ഗൈസ്, ഗെയിം കുറച്ച് കൂടുതൽ നന്നായി പോയി കൊണ്ടാണോന്ന് അറിയില്ല ഗൈസ്, ലാഗ് അടിച്ച് നിൽക്കണുണ്ട് ഇവിടെ. ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കൈയൊക്കെ കണ്ടോ? അല്ല, നമ്മുടെ കൈ കണ്ടോ ഗൈസ്? കൈ നമ്മുടെ കാൽപ്പാതെന്ന് കേട്ടിട്ട് തന്നെ പേടിച്ചാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ പിഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാന്ന് തോന്നുന്നു പിഗ്. ഗൈസ്, നമ്മുടെ പിഗൊക്കെ എന്ത് റിയലിസ്റ്റിക് ആന്ന് നോക്കിയാൽ തക്കാളി പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതാ അതിൻ്റെ കാലമൊക്കെ മന്ദം പിടിച്ചായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് വേറൊരു വിയർഡസ്റ്റ് മൈൻക്രാഫ്റ്റ്, പക്ഷെ കുറച്ചുകൂടി ഗ്രാഫിക്സിൽ അവർ മുൻഗണന കൊടുത്തിട്ടുണ്ടാകുന്ന തോന്നുന്നത് ഗൈസ്. നമ്മുടെ കോഴിയൊക്കെ കോമഡി ആയിട്ടുണ്ട്. കോഴിയുടെ ഗൈസ്, നമ്മുടെ കോഴീനൊക്കെ നോക്ക്, കോഴിയുടെ വാലൊക്കെ നോക്ക്. ഐസ്ക്രീമിൻ്റെ കോൺ തിരിച്ചു വെച്ചാൽ ഇരിക്കണില്ല ഗൈസ്, വാലൊക്കെ ഇജാതി ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ഇരിക്കണേന്ന്. സോറി ഗൈസ്, നമ്മൾ ക്രിയേറ്റീവ് മോഡിലാണ് ഇതിൻ്റെ അകത്ത്. സോ ബാഗ് എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റീവ് മോഡായിരുന്നു ഗൈസ് എടുത്തത്. ഓക്കെ, അതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് അടിച്ചോളൂ. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ കണ്ടോ നിങ്ങൾ? മാൻ, ഇത് റിയലിസ്റ്റിക് ക്രാഫ്റ്റിംഗ് ടേബിൾ എവർ. ഇവിടെ ചോക്ക. ആഡിനെ കൊണ്ടൊരു രക്ഷയില്ല ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടോ? നമ്മുടെ ഈ സാൻഡിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് കണ്ടോ ഗൈസ് നിങ്ങൾ? പിന്നെ ഇത് കണ്ടോ ഗൈസ് നിങ്ങൾ? സൗത്ത്, ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ്. മാൻ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കോമ്പസും കാര്യങ്ങളൊന്നും കൈ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇവിടെ ഉണ്ട് ഗൈസ്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? പിഗിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടോളൂ. ഓക്കെ, എന്തായാലും ഇവിടെ ആയിട്ട് കുറച്ച് റോസാപ്പൊക്കെ ഒരു കുറച്ചുകൂടി ഗ്രാഫിക്സ് റിയലിസ്റ്റിക് എവർ. ഗൈസ്, ഇത് ഞാൻ സമ്മതിച്ചു തുടങ്ങാം ഗൈസ്. ഫോക്സ് ഒന്നും ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഒരു നോട്ടിലൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിള് കയ്യിൽ പിടിച്ചിട്ട് കൈയാണ് ഗൈസ് കണ്ട കുഷ്ഠരോഗികൾ പിടിച്ചാൽ അതിൽ ഇങ്ങനെ ഇരിക്കണേ. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഇതുപോലത്തെ കുറേ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ കുറേ ഫേക്ക് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ മൈൻക്രാഫ്റ്റിനെ കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്.
ഇൻസ്പയർ ചെയ്ത് ഇതുപോലത്തെ കുറേ ഗെയിംസ് അവിടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ചുമ്മാ അത് കളിച്ച് നോക്കാതെ വിചാരിച്ച് എടുത്തതാണ് ഗൈസ്. സോ നിങ്ങൾ ഈ ഗെയിമും 5 ഔട്ട് ഓഫ് 5 നിങ്ങൾ റേറ്റിംഗ് കാര്യങ്ങളും കൊടുക്കാം. നമ്മൾ 5 ഗെയിംസ് ഡൗൺലോഡ് ചെയ്തതാണ്, പക്ഷേ അതിൽ ഒരെണ്ണം വർക്കിംഗ് ആവുള്ളത്. നമുക്ക് ലാസ്റ്റായിട്ട് അത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. മിനി ബ്ലോക്ക് ക്രാഫ്റ്റ്, മറ്റേത് വർക്കായേ ആവത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമുക്ക്. 1 hour later. ആക്ച്വലി ഇതിന് ഈ സ്ക്രീൻ മാത്രം ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. വേറെ ഒന്നും ഞാൻ ഇടയിലൊന്നും കണ്ടില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ചെറിയ ഗെയിംസൊക്കെ ട്രൈ ഔട്ട് ചെയ്തൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഇത് എടുത്ത് നോക്കിയതാണ് ഗെയിംസ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലത്തെ കുറേ വിയർഡസ്റ്റ് ഗെയിംസ് ഇതുപോലെ ഉണ്ട്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം ഗൈസ്. ബൈ, ടാറ്റ.